വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് സൂര്യാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഞാൻ എവിടെയുള്ളതെന്ന് നിങ്ങൾക്കറിയോ? ഞാനിന്ന് ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഗ്ലോബൽ വില്ലേജിലത്തെ. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഒരു റിക്ഷയിൽ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാട്ടോ എൻട്രൻസ്. പിന്നെ ബാഗുള്ളവർക്ക് സെക്യൂരിറ്റി ചെക്ക് വേറെ സ്ഥലത്തുണ്ട്. പിന്നെ ബാഗില്ലാത്തവർക്ക് ഇവിടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് പോവുക. പിന്നെ ഇതാ ഇവിടെ ഹോഴ്സസൊക്കെ ഉള്ളൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു വൈബിലായിരുന്നു കേട്ടോ ഞങ്ങൾ കയറി വന്നത്. ഗ്ലോബൽ വില്ലേജിൽ വന്നവർക്കൊക്കെ അറിയുണ്ടാവും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇവിടെ എല്ലാ കൺട്രീസും സെക്ഷനായിട്ട് പിരിച്ചു വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഓരോ കൺട്രീസിൻ്റെ ഉള്ളിൽ പോയാൽ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സസും പിന്നെ ഫുഡും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, കാണാം. പിന്നെ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോണത് ഗ്രിൽഡ് ചെസ്റ്റ്നട്ട് കേട്ടോ. ഇത് കഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു ഇത് മറ്റേ നാട്ടിൽ ചക്കക്കുരു ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ട് അത്ര അവർ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കിതുവരെ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അവരൊക്കെ പറയുക ഇത് ചക്കക്കുരു ഗ്രില്ല് ചെയ്തതിൻ്റെ സെയിം ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ഈ ചെസ്റ്റ്നട്ട് കഴിക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. ഡയബറ്റീസിന് എസ്കേപ്പ് ആവുക, പിന്നെ കുറേ വൈറ്റമിൻസും മിനറൽസൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. പിന്നെ നട്ട്സിൽ അലർജി ഉള്ളവരൊന്നും കഴിക്കരുത്. നല്ല ടേസ്റ്റാട്ടോ ഗൈസ്. ഇത് നല്ല ഇഷ്ടമായി. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ബോർഡ് കണ്ടത് കേട്ടോ. ഇത് കഴിക്കണമെന്ന് ഞാനൊന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ടോ. അങ്കിള് ഇത് കൺഫ്യൂസ് ആക്കുക എന്ന് വെച്ചാൽ എന്നെ കുറേ പ്രാവശ്യമായിട്ട് കൺഫ്യൂസ് ആക്കിയിട്ട് എനിക്ക് ആ ഐസ്ക്രീം തന്നു കേട്ടോ ഗൈസ്. പിന്നെ പാറുക്കുട്ടീനായിട്ട് കൺഫ്യൂസ് ആക്കി. പക്ഷേ പാറുക്കുട്ടി ചെറുതായതുകൊണ്ട് പാവം തോന്നിയതായതുകൊണ്ട് വേഗം കൺഫ്യൂസ് ആക്കാണ്ടൊക്കെ കൊടുത്തു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ട്രൈ ചെയ്തത്.
നിങ്ങളെ ചടപ്പിക്കുന്നില്ല. വീഡിയോ എടുത്തതൊക്കെ ഇങ്ങനെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കേട്ടോ ഞങ്ങൾക്ക്. വെറൈറ്റി സംഭവം കേട്ടോ. നിങ്ങൾ ഒരൊറ്റ നോട്ടം നോക്കി എന്താ തോന്നുന്നേ? മാങ്ങ. പക്ഷേ മാങ്ങയാണ്, അതിൻ്റെ ഉള്ളിൽ മാങ്ങയുടെ ഐസ്ക്രീം ആട്ടോ. പക്ഷെ ആ കവറിങ് കണ്ട അത്രയും റിയലിസ്റ്റിക്കായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്ത് രസം നോക്കുക നിങ്ങൾ. ഇത് കഴിക്കുമ്പോൾ കറക്റ്റ് ഒരു മാങ്ങ കഴിക്കണ സെയിം ഫീലിംഗ് ആട്ടോ. പിന്നെ ഇത് കിട്ടുക, നിങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് കിട്ടുക ചൈന കൺട്രി എന്നാട്ടോ. പാറക്കുട്ടിക്കും എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു വെറൈറ്റി സംഭവം. തായ്ലാൻഡിലത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ കേട്ടിട്ടുണ്ട് ഇവരുടെ കോക്കോനട്ടും മാംഗോയും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കോക്കോനട്ടും മാംഗോയും വെച്ചിട്ടുള്ളൊരു ഐസ്ക്രീം ആട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു കടയുടെ മേലെ അവരുടെ ട്രഡീഷണൽ ഡാൻസും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വെച്ചിരിക്കണ പ്ലേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കരിക്കിൻ്റെ തോടാട്ടോ. ഇതിൽ നമുക്ക് കരിക്കും മാംഗോയൊക്കെ കടിക്കാൻ കിട്ടും. നല്ല വെറൈറ്റി ടേസ്റ്റ് ഇരുന്നുട്ടോ ഗൈസ്. പിന്നെ എനിക്ക് മെക്സിക്കൻ ഫുഡായിട്ടുള്ള ടാക്കോസ് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ട്രൈ ചെയ്യാൻ കയറിയതാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ മെയിൻലി ഫുഡ് ഫോക്കസ് ചെയ്തിട്ട് വരിക. നല്ല എൻജോയ്മെൻ്റ് ആട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഞങ്ങൾ വന്നത് കാർണിവലിക്കാട്ടോ. ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തിനാണ്. ഞാൻ ആദ്യം തന്നെ കയറിയത് ഒരു പ്ലെയിൻ ഉണ്ട്. അത് ഇങ്ങനെ പൊങ്ങി താഴെ ഇറങ്ങി വരും കേട്ടോ. നല്ല രസമുണ്ട്. അച്ഛൻ കാർഡ് കൊടുത്തു. ഇതൊക്കെ നമ്മളെ ഗ്ലോബൽ വില്ലേജിൽ ഒരു കാർഡ് കിട്ടും. അത് വെച്ചിട്ടേ നമ്മൾ ഈ റൈഡിലൊക്കെ കയറാൻ പറ്റുള്ളൂ കേട്ടോ.
കോസ്റ്റർ ആട്ടോ. ഈ പോണ പോക്കണ്ടതൊന്നും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇനി വരാൻ പോണ വരവാണ് രസം. പൊങ്ങിയപ്പോൾ തന്നെ പകുതി ധൈര്യം എൻ്റെ പോയി. ഇവിടെ പിന്നെ ഫയർ വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞങ്ങൾക്ക് കാണാൻ പറ്റി. പിന്നെ ഫയർ വർക്കിൻ്റെ സൗണ്ടൊന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ലേ, കാരണം അതിൻ്റെ ഇടയിൽ കുറേ പാട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ പാട്ടൊക്കെ ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാലോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായി. പാറക്കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ അതൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഞാൻ വേറെ റൈഡിലും കൂടിയും കയറിയിട്ടുണ്ടായിരുന്നു. ജയൻറ്റ് വീലിലായിരുന്നു കേട്ടോ അത്. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ പോയത്. ഫോൺ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഐ എം റിയലി സോറി. അടുത്തതായിട്ട് കയറാൻ പോണത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാട്ടോ. ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസാണ്. വെള്ളത്തിൻ്റെ ഇടയിൽ കുറേ കടകളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഫുഡിൻ്റെ കടകളാട്ടോ കംപ്ലീറ്റ്. സീ ഫുഡും ഉണ്ട്. ഇവിടെ മെയിനായിട്ട് വിവിധ രാജ്യങ്ങളിലത്തെ സീ ഫുഡൊക്കെ കേട്ടോ ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ വേണ്ടവർക്ക് ഇവിടെ ബോട്ടിങ്ങും ചെയ്യാം. അത്രേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.